ഉപസംവരണമെന്ന് കോടതി വിധിയിൽ നിർദ്ദേശിക്കുന്ന മെത്തഡോളജി ഉപയോഗിച്ച് സംവരണ വിതരണം നടത്തിയാൽ അവർ ലക്ഷ്യം വെക്കുന്ന അവർ ദുർബലരെന്ന് വിളിക്കുന്നതും പ്രാതിനിധ്യമില്ലാത്ത വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ലഭ്യമാക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കാരണം ഈ സംവരണം എന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ വിഭാവന ചെയ്തിട്ടുള്ള ഒരു ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം എന്ന നിലക്ക് അത് ഒരു കാറ്റഗറിയായി പട്ടിക വിഭാഗങ്ങളെ, പട്ടികജാതിയും പട്ടികവർഗത്തെയും ഒരു കാറ്റഗറിയായി നിശ്ചയിക്കുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെറുതെ കുറേ ജാതികളെ ഉൾപ്പെടുത്തുകയല്ല ചെയ്തു. ഇവരെല്ലാവരും ഇന്ത്യൻ രാഷ്ട്രത്തിൽ ഒരുപോലെ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടവരാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ജനതയായി ട്രീറ്റ് ചെയ്യപ്പെടണം. സമാന നിലയുള്ള വിഭാഗമായി ഈ ജാതികളെ ട്രീറ്റ് ചെയ്യണം ഇന്ത്യൻ സ്റ്റേറ്റ്സ്. അതിനെയാണ് ഈ കോടതി വിധി അട്ടിമറിക്കുന്നത്. ഇവർ സമാനമായി ട്രീറ്റ് ചെയ്യപ്പെടേണ്ടവരല്ല, ഇവർക്കിടയിൽ വലിയ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ഇതാണ് പറയുന്നൊരു കാര്യം. അതിന് അവരുപയോഗിക്കുന്ന ഒരു വാക്കാണ് ദുർബല വിഭാഗങ്ങൾ എന്നത്. പക്ഷെ നമ്മൾ ഈ ഉപസംവരണ വാദങ്ങളെ, വിജയിച്ച വാദങ്ങളെ, പല സ്ഥലത്തും നടന്ന നിയമനിർമ്മാണത്തിനെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന എണ്ണത്തിൽ കുറഞ്ഞവരോ സാമ്പത്തികമായി വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളോ ഒന്നും അല്ല ഈ ഉപസംവരണത്തിന് വേണ്ടി രംഗത്ത് വന്നതും അത് നടപ്പിലാക്കിയെടുക്കാനുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത്. അവരിതിന് വെളിയിലാണ് യഥാർത്ഥത്തിൽ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മാല മാടിക സംഭവത്തിൽ മാല വിഭാഗങ്ങളെല്ലാ അവസരങ്ങളും തട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ള മാടിക വിഭാഗത്തിന് പരാതി വരുമ്പോൾ മാല വിഭാഗത്തെക്കാൾ എണ്ണത്തിൽ കൂടുതലുള്ള സംഘടിതമായൊരു വിഭാഗമാണ് മാടിക എന്ന് നമ്മൾ കാണുന്നു. അല്ലാതെ അവരവിടുത്തെ ദുർബലരും ശിഥിലീകരിക്കപ്പെട്ടവരും സാമ്പത്തികമില്ലാത്തവരും പുറകോട്ട് പോയവരും അതിദുർബല വിഭാഗമൊന്നുമല്ല. അത് യഥാർത്ഥത്തിൽ ഒരു തെറ്റായ സങ്കല്പമാണ്. അതിൻ്റെ കാരണം ഈ ദുർബല വിഭാഗം എന്നുള്ള വാദം ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എല്ലാ കാലത്തും സംവരണത്തെയും പട്ടിക വിഭാഗങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങളെ റദ്ദ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ട പ്രധാനപ്പെട്ട കാറ്റഗറിയാണ് ദാരിദ്ര്യവും പിന്നോക്കാവസ്ഥയും. അപ്പം അതിനകത്ത് ആദ്യഘട്ടത്തിൽ ഈ ഉപസംവരണ വാദത്തിന് മുൻപുള്ള വാദങ്ങളിലും ഈ പറയുന്ന ദുർബല വിഭാഗം എന്നുള്ള വാദം കടന്നു വന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധി തന്നെ അംബേദ്കറോട് നേരിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അംബേദ്കർ ഇന്ത്യയിലെ അയിത്തജാതിക്കാരുടെ അൺടച്ചബിൾ കാസ്റ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ ആവശ്യമാണെന്ന് പറയുമ്പോൾ ഗാന്ധി അംബേദ്കറോട് പറയുന്നൊരു മറുപടി, അംബേദ്കർ ഇന്ത്യയിലെ സംഘടിതമായ പ്രബലമായ 10 ജാതികളുടെ, പട്ടികജാതിയിൽപ്പെട്ട 10 ജാതികളുടെ പ്രതിനിധി മാത്രമാണെന്നും ബാക്കിയുള്ളവരെല്ലാം ദുർബല വിഭാഗമാണെന്നും ഞാൻ ആ ദുർബല വിഭാഗത്തിൻ്റെ ആളാണെന്നും അതുകൊണ്ട് പട്ടികജാതിയിലെ മുന്നോട്ട് പോയ സംഘടിത വിഭാഗത്തിൻ്റെ വക്താവ് മാത്രമാണ് അംബേദ്കർ എന്നാണ് ഗാന്ധി വാദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉപസംവരണവാദികളും വാദിക്കുന്നത് സെയിം വാദമാണ്. ഇവർ അംബേദ്കറൈറ്റുകളല്ല, ഇവർ ഗാന്ധിയന്മാരാണ്. സംവരണവുമായി ബന്ധപ്പെട്ട നിലപാടിൽ ഗാന്ധിയുടെ നിലപാടിനെയാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ സമീപിക്കേണ്ടത് എങ്ങനെയാണ്? ഈ പട്ടിക ജാതി ലിസ്റ്റിലുള്ള അല്ലെ പട്ടികവർഗ ലിസ്റ്റിലുള്ള എല്ലാ വിഭാഗങ്ങൾക്കും അവസരങ്ങൾ ലഭ്യമാകുന്നില്ലെങ്കിൽ അത് ലഭ്യമാക്കുവാനുള്ള ഭരണപരമായ നടപടികൾക്ക് വേണ്ടിയാണ് വാദിക്കേണ്ടത്. അതാണല്ലോ ആവശ്യം നമ്മളുടെ. ഇവർക്ക് കൂടി കിട്ടുക എന്നതാണ് ആവശ്യമെങ്കിൽ അതിൻ്റെ ഭരണ നടപടിക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്. പക്ഷേ ഉപസംവരണം ഭരണ നടപടിയല്ല. ഈ ലിസ്റ്റിനെ പെർമനൻ്റായി വിഭജിക്കുകയും സംവരണത്തെ പെർമനൻ്റായി വിഭജിക്കുകയും ഇതിനകത്ത് ഉള്ള സാമാന്യേന നിൽക്കുന്ന ഒരു കാറ്റഗറിയായി ഇന്ത്യൻ ഭരണകൂടം പരിഗണിക്കുന്ന വിഭാഗത്തെ ശിഥിലമാക്കുകയും ചെയ്യുന്ന ഒരു യുക്തിയാണ് യഥാർത്ഥത്തിൽ ഉപസംവരണത്തിൽ പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചില വിഭാഗങ്ങൾ തട്ടിക്കൊണ്ടുപോകുന്നത് കൊണ്ട് മറ്റ് ചില വിഭാഗങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണ് കോടതി വിധിയിൽ പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ക്രീമി ലെയർ വാദത്തിൻ്റെ ഉള്ളടക്കമാണത്. തീർച്ചയായിട്ടും ഈ ക്രീമി ലെയർ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക യുക്തിയാണ്. ക്രീമി ലെയർ എന്ന് പറയുന്നത് സാമ്പത്തികമായി മെച്ചപ്പെട്ടവർക്ക് ഭരണഘടനാപരമായ പ്രത്യേകമായ അവകാശമായ സംവരണം ലഭ്യമാക്കേണ്ടതില്ല, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കൊടുക്കേണ്ടതാണിതെന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് സാമ്പത്തിക സംവരണവാദം എന്ന് പറയുന്ന കാര്യം. ഇതാണ് ഈ ഉപസംവരണവാദികൾ പ്രചരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സംഗതി. കേരളത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ കാരണം
യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് ആണെന്നല്ല അവർ പറയുന്നത്. സ്റ്റേറ്റ് ഇന്ത്യൻ ഭരണഘടന 46-ാം വകുപ്പ് അനുസരിച്ച് പിന്നോക്കം വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും പുറന്തള്ളപ്പെട്ട വിഭാഗങ്ങൾക്ക് പ്രത്യേക പാക്കേജ് നടപ്പിലാക്കണമെന്ന നിർദ്ദേശം പാലിക്കാത്തത് കൊണ്ടാണ് ഇവർക്ക് കിട്ടാതെ പോയെന്നല്ല പറയുന്നത്. മറ്റു ചില വിഭാഗങ്ങൾ തട്ടിയെടുക്കുന്നു എന്നുള്ളതാണ്. ശുദ്ധ അസംബന്ധവും കണക്കുകളുടെ യാതൊരു പിൻബലവുമില്ലാതെ കള്ളക്കണക്കാണ്. കേരളം പോലുള്ള സ്ഥലത്തൊക്കെ അക്ഷരാർത്ഥത്തിൽ കള്ളക്കണക്കാണ് യഥാർത്ഥത്തിൽ പ്രചരിപ്പിച്ച് പാവപ്പെട്ടവരുടെ മിശിഹായായിട്ട് ഈ സാമ്പത്തിക സംവരണവാദികൾ ഉപസംവരണത്തിൻ്റെ മറവിലിവിടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നാണ് സത്യം. ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത്, ഈ പട്ടിക വിഭാഗത്തിനിടയിലെ എല്ലാവർക്കും കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് കിട്ടാൻ കൂടിയുള്ള ഭരണ നടപടി വേണമെന്നുള്ളതാണ് നമ്മൾ ഒരു ജനാധിപത്യ ഗവൺമെന്റിനോട് ആവശ്യപ്പെടേണ്ട ഒരു കാര്യം. ഡോക്ടർ BR അംബേദ്കർ പോലും പറയുന്നുണ്ട്, ഈ ലിസ്റ്റ് പരിശോധിക്കണം, ആർക്കൊക്കെ കിട്ടിയില്ല, കാലാകാലങ്ങൾ അത് പരിശോധിക്കണം. അത് പരിശോധിച്ചിട്ട് കിട്ടാത്തവർക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം, വീണ്ടും പരിശോധിക്കണം, കിട്ടാത്തവർക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇതാ അംബേദ്കർ. അതല്ലാതെ കിട്ടാത്തവരെ വേറെ പരിഗണിക്കണം എന്നല്ല പറയുന്നത്. അതായത് ഇന്ത്യൻ രാഷ്ട്രവും ഇന്ത്യയിലെ അയിത്ത സമൂഹങ്ങളും ആദിവാസി സമൂഹങ്ങളും തമ്മിലുള്ള എഗ്രിമെൻ്റാണ് സംവരണം എന്ന കാര്യമാണ് ഇവർ തെറ്റിദ്ധരിക്കുന്നത്, ഇവർക്ക് മനസ്സിലാകാതെ പോകുന്നത്. ഈ രാഷ്ട്രത്തിൻ്റെ ഭാഗമാക്കാകുന്നതിൻ്റെ രേഖയാണ് സംവരണം എന്ന് പറയുന്നത്. ഭരണഘടനാ രേഖയാണ്, ഭരണഘടനാ വ്യവസ്ഥയാണ് സംവരണം. അല്ലാതെ കുറച്ച് പേർക്ക് ജോലി കിട്ടുന്നതിൻ്റെ മാത്രം കാര്യമല്ല, അത് അതിൻ്റെ ഒരു കാര്യം മാത്രമാണ്. ഉപസംവരണം നടപ്പിലാക്കിയാൽ അതെങ്ങനെ സാധ്യമാവും? കാരണം പട്ടികജാതി സംവരണത്തിന് അടിസ്ഥാന സംഭവം ജനസംഖ്യാനുപാതികമായ സംവരണം കൊടുക്കുക എന്നതാണ്. ജനസംഖ്യാനുപാതികമായിട്ടാണ് പട്ടികജാതി പട്ടികവർഗ സംവരണം ഇന്ത്യയിലുള്ളത്. പിന്നോക്ക സംവരണമൊന്നും ജനസംഖ്യാനുപാതികമല്ല, ഇത് ജനസംഖ്യാനുപാതികമാണ്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു ജാതിക്ക് ഏതെങ്കിലും ഒരു സമുദായത്തിന് മാത്രമായിട്ട് കൊടുക്കുന്ന ഒരു കാര്യമല്ല യഥാർത്ഥത്തിൽ സംവരണം. ഇവരത് വേണമെന്നാണല്ലോ വാദിക്കുന്നത്. അവർക്ക് ആവശ്യപ്പെടാൻ കഴിയുന്ന, ഇന്ത്യൻ ഭരണഘടനാ വ്യവസ്ഥയനുസരിച്ച് ആവശ്യപ്പെടാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, ഈ ജനത കിട്ടാതെ പോയ ഈ വിഭാഗം ജനസംഖ്യയിൽ ഇത്ര ശതമാനമുണ്ട്, അവർക്കത് കിട്ടണമെന്നാണ് അവർക്ക് ആവശ്യപ്പെടാവും. അങ്ങനെ ആവശ്യപ്പെട്ടാൽ, കേരളം ഉദാഹരണമായിട്ട് എടുത്താൽ, കേരളത്തിലെ തോട്ടികൾ കേരളത്തിലെ ലിസ്റ്റിൽ വരുന്നൊരു ജാതിയാണ്. ഏതാണ്ട് 600-ൽ താഴെ ആണ് അവരുടെ ജനസംഖ്യ കണക്കാക്കിയിട്ടുള്ളത്. 35 ലക്ഷം പട്ടികജാതിക്കാർക്കാണ് 8% സംവരണം കൊടുക്കുന്നത്. 35 ലക്ഷത്തിൽ 1000 പോലും തികയാത്തൊരു ജാതി എത്ര പെർസെൻറ്റേജ് വരും? അവർക്ക് എത്ര പെർസെൻറ്റേജ് ഇതിൽ കിട്ടും? അപ്പം ഈ എണ്ണത്തിൽ കുറവുള്ളതും അതിപിന്നോക്കമായിട്ടുള്ള വിഭാഗങ്ങളെ ചതിക്കുന്ന ഒരു കാര്യമാണ് ഉപസംവരണവാദം. ഇവർക്ക് യഥാർത്ഥത്തിൽ അവസരങ്ങളും പ്രയോറിറ്റിയും കൊടുക്കണമെന്നുള്ളതാണ് അവരോട് ഐക്യദാർഢ്യപ്പെടുന്നവർ യഥാർത്ഥത്തിൽ അവരുടെ ആവശ്യങ്ങളെ മുൻനിർത്തി സംവരണ സംരക്ഷണ സമിതി പറയുന്നത്. അവർക്ക് പ്രയോറിറ്റി കൊടുത്ത് ഉറപ്പിക്കണം, അവർക്ക് പ്രാതിനിധ്യം ഉറപ്പിക്കണം, ഇതാ പറയുന്നത്. അതല്ലാതെ ജനസംഖ്യാനുപാതികമായി വീതം വെച്ചാൽ തലമുറകൾ കഴിഞ്ഞാലും ഒരു ജോലി പോലും കിട്ടാത്ത വിഭാഗങ്ങൾ കേരളത്തിലുള്ള. ഇത് ആര് സമാധാനം പറയുന്നത്? ഇവരിങ്ങനെ വെറുതെ കള്ളക്കണക്ക് പറഞ്ഞ് നടന്നാൽ പോരല്ലോ, ഇതിന് സമാധാനം പറയണ്ടേ? ഇത് ആര് സമാധാനം പറയും? 500 പേര് മാത്രമുള്ള ഒരു വിഭാഗത്തിന് എന്ന് ജോലി കിട്ടുന്ന കാര്യം ഇവർ പറയുന്നത്. അപ്പോൾ അതൊരു അപ്രോച്ച്, ഈ ഉപസംവരണത്തിൻ്റെ സമീപനം നമ്മൾ കൈക്കൊണ്ടാൽ അതിന് ഗുണഭോക്താക്കളാകാൻ ദുർബലരെന്ന് ഇവർ വിളിക്കുന്ന, പ്രാതിനിധ്യമില്ലാത്ത, എണ്ണത്തിൽ കുറവുള്ള, വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് അതിൻ്റെ ഗുണഭോക്താക്കളാവാൻ കഴിയില്ല എന്നാണ് യാഥാർത്ഥ്യം. ഒരു സംശയമാണ്, തെളിയിക്കാൻ പറ്റുന്ന കാര്യമാണ്. തുടക്കം മുതലേ സംവരണ സംരക്ഷണ സമിതിക്ക് വളരെ വ്യക്തമായിട്ടുള്ള നിലപാട് അക്കാര്യത്തിലുണ്ട്. ഈ കോടതി വിധി അപകടകരമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കോടതി വിധി തള്ളിക്കളയണമെന്നും ഇന്ത്യൻ പാർലമെന്റ് നിയമം പാസാക്കി അതിനെ മറികടക്കണമെന്ന് സംവരണ സംരക്ഷണ സമിതി തുടക്കത്തിൽ ആവശ്യപ്പെടുന്നത്. ഈ ഉപസംവരണം എന്ന് പറയുന്ന സംഗതി അടിസ്ഥാനപരമായി സാമ്പത്തിക സംവരണവാദമാണ്. 1. 2. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ആർക്കെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പട്ടികജാതിക്കാരിൽ ജോലിയുള്ളവരാണ് എന്ന പട്ടികജാതിക്കാരെ തന്നെ പട്ടികവർഗക്കാരെ തന്നെ തമ്മിലടിപ്പിക്കുന്ന യുക്തി അതിനകത്ത് പ്രവർത്തിക്കുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത് അപകടകരമാണെന്ന് പറയുന്നത്. അപ്പം
അതുകൊണ്ട് ഉപസംവരണമല്ല ഇവിടെ വേണ്ടത്, മറിച്ച് പിന്നെ കിട്ടാതെ പോയ പ്രാതിനിധ്യമില്ലാത്ത വിഭാഗങ്ങൾക്ക് അവർക്ക് പ്രാതിനിധ്യം ഉറപ്പിക്കാനുള്ള ഭരണ നടപടികൾ. ഒന്ന്, കേരളത്തിൽ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്ത് വിജയിച്ചിട്ടുള്ളൊരു കാര്യമാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുക. കേരളത്തിലെ പ്രാതിനിധ്യം തീരെ ഇല്ലാത്ത വിഭാഗങ്ങൾ, ഒട്ടുമേ ഇല്ലാത്ത വിഭാഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യുക, അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുക. എന്ത് കുഴപ്പം? ആരാ തടസ്സമുള്ളത്? ഇവിടെ ആര് തടസ്സപ്പെടുത്തുമോ അതിനെ? ഇല്ല. ഇനി ഈ റോസ്റ്റർ സമ്പ്രദായത്തിൽ എന്ന് പറയുക, ഈ അപ്പോയിൻമെന്റ് നടത്തുന്ന സമ്പ്രദായത്തിൽ ഇവർക്ക് പ്രയോറിറ്റി, തീരെ പ്രാതിനിധ്യമില്ലാത്ത വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കിട്ടുന്ന തരത്തിൽ ആ റോസ്റ്റർ സമ്പ്രദായത്തെ റീഅറേഞ്ച് ചെയ്യുക. ആരാ തടസ്സം നിൽക്കുന്നത്? ഇവിടെ ആരാ തടസ്സം നിൽക്കുന്നത്? എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ? 46-ാം വകുപ്പ് അനുസരിച്ച് സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കുക. ആ പാക്കേജ് അത് ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടോ നാളിതുവരെ? കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് കുറച്ച് പട്ടികജാതി വിഭാഗങ്ങളെയും പട്ടികവർഗ വിഭാഗങ്ങളെയും വൾണറബിൾ കാസ്റ്റായിട്ടും ട്രൈബായിട്ടും അവർ വേർതിരിച്ച് എടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിച്ച് അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി സ്പെഷ്യൽ ഡ്രൈവ് നടന്നിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ കോടിക്കണക്കിന് രൂപ ഇവർക്ക് പ്രത്യേകമായി മാറ്റിവെച്ചിട്ടുണ്ട്. കേരളത്തിൽ ആരെങ്കിലും അതിനെ എതിർത്തോ? ഇവർ പറയുന്നുണ്ടല്ലോ, ഇവിടുത്തെ സംഘടിത സമുദായം പാവപ്പെട്ടവർക്ക് കൊടുക്കരുത് എന്ന് പറയുന്നവർ ആരെങ്കിലും ഈ 40 കോടി രൂപയെ മറ്റേ മാറ്റിവെച്ചിട്ടുള്ളൂ. ഇത്രയും കോടി രൂപ ഒരു ചെറിയ സെക്ഷന് വേണ്ടി, അത് ചെറിയ സെക്ഷന് വേണ്ടി മാറ്റിവെച്ചിട്ട് ഇവിടുത്തെ പ്രബലമെന്ന് ഇവർ വിളിക്കുന്ന ഏതെങ്കിലും വിഭാഗം രംഗത്ത് വന്ന് കൊടുക്കാൻ പറ്റില്ല, അത് ഞാൻ കൂടി അവകാശപ്പെട്ടതെന്ന് പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ ഇവരോട് സാഹോദര്യം പുലർത്തുന്നത് എണ്ണത്തിൽ കൂടുതലുള്ളവരും ഇവർ പറയുന്ന പോലെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോയി എന്നൊക്കെ പറയുന്നവരാണ് ഈ വിഭാഗത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതിനെതിരെ ആരും രംഗത്ത് വന്നിട്ടില്ല എന്നത് നമ്മൾ കാണണം. പിന്നെ മറ്റൊരു പ്രധാന ഇവർ ആരുടെ പ്രാതിനിധ്യമില്ലായ്മയാണ് പറയണേ? കേരളത്തിലെ എത്ര ജാതികൾക്ക് പ്രാതിനിധ്യം കണക്കെടുത്ത് നോക്കണം നീ. ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യം കിട്ടിയ എത്ര വിഭാഗങ്ങളുണ്ട് കേരളത്തിൽ? കേരളത്തിലെ പട്ടികജാതിക്കാരുടെ ജനസംഖ്യ 10% മുകളിൽ വരും. 8% സംവരണമേ ഉള്ളൂ. 2% കുറവാണെന്ന് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ കിട്ടിക്കാണാൻ സാധ്യതയില്ല. വേണമെങ്കിൽ ആർക്കും കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് തൽക്കാലത്തേക്ക് അവർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് മുന്തിയ പരിഗണന കൊടുക്കണ്ടെന്നേ. കിട്ടിയവർക്ക് കൊടുക്കണ്ട, കിട്ടാത്തവർക്ക് കൊടുക്കണ്ടേ? പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഈ ദുർബലരെന്ന് ഇവർ വിളിക്കുന്ന പ്രാതിനിധ്യമില്ലാത്ത വിഭാഗങ്ങളെ മുൻനിർത്തി ജാതിക്കുശുമ്പും ഗോത്രപ്പകയും പടർത്തുക എന്നുള്ള ജോലിയാണ് കേരളത്തിലെ ഉപസംവരണവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ എണ്ണത്തിൽ കൂടുതലുള്ള പുലയ, സാംബവ തുടങ്ങിയ വിഭാഗങ്ങളാണ് ഇതിന് ഗുണഭോക്താക്കളായി നിൽക്കുന്നത്. അവരെ മുഴുവൻ ഇപ്പം തന്നെ പുറത്താക്കണമെന്നുള്ള അവരോടൊരു ശത്രുത ആഭ്യന്തരമായി നിർമ്മിച്ചെടുക്കുന്ന വലിയ പണിയിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. അതൊരു കാര്യം വളരെ കൃത്യമായി നമ്മളൊന്ന് മനസ്സിലാക്കണം. കേരളത്തിലെ സാമ്പത്തിക സംവരണവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന, ഈ ഉപസംവരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ, അദ്ദേഹം ട്രൈബാണ്. അദ്ദേഹം ഉൾപ്പെടുന്ന ട്രൈബ് ഒരു മാർജിനൽ ട്രൈബാണ്. ഒരു വിഭാഗം എന്ന നിലക്ക് അവർ വിദ്യാഭ്യാസമായി പുറകോട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ പ്രാതിനിധ്യം വേണമെങ്കിൽ കിട്ടിയവർ മാറി നിൽക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നൊരു കാര്യം. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കൾ 2 പേർ അവർ ജോലിയുള്ളവരാണ്, സർക്കാർ ജോലിയുള്ളവരാണ്, ഉന്നത വിദ്യാഭ്യാസം നേടിയത്. ഇവർക്ക് ഇതെങ്ങനെ കഴിഞ്ഞു? യഥാർത്ഥത്തിൽ അദ്ദേഹം അതല്ലേ ആലോചിക്കേണ്ടത്? വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം അറിയാവുന്ന മാതാപിതാക്കളും വിദ്യാഭ്യാസം ജയിക്കാനുള്ള സമ്പത്തും ആ വീട്ടിലുണ്ടെന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഇതെല്ലാവർക്കും കിട്ടണമെന്നല്ലേ ഇദ്ദേഹം ആവശ്യപ്പെടേണ്ടത്? അതല്ലാതെ കിട്ടിയവർ മാറി നിൽക്കണം എന്നാണ് ആവശ്യപ്പെടേണ്ടത്. അപ്പം ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു അക്ഷരാർത്ഥത്തിൽ ഇതൊരു തട്ടിപ്പാണ്. വസ്തുതാപരമായി കണക്കെടുത്താൽ കേരളത്തിലെ മിക്കവാറും 52 ജാതികളിൽ ബഹുഭൂരിപക്ഷം ജാതികൾക്കും ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം യഥാർത്ഥത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കണക്കുകൾ പുറത്തു വരട്ടെ. ഞാൻ പറയുന്നത്, നമ്മളെ സംവരണ സംരക്ഷണ സമിതി വളരെ വ്യക്തമായ കാര്യങ്ങൾ സർക്കാരിൻ്റെ മുന്നിൽ വെച്ചു. ഉപസംവരണം നടപ്പിലാക്കരുത്, അത് കേരളത്തിന് ഗുണം ചെയ്യില്ല. സർക്കാർ അത് മാറ്റിവെച്ചു, തീരുമാനം എടുത്തല്ലോ, മാറ്റിവെച്ചു.
ആ ആക്ഷേപത്തെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. ആ ആക്ഷേപം വരുന്ന കോണുകൾ കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടുകൂടിയാണ് ഞാനത് മുഖവിലേക്ക് എടുക്കാത്തത്. എന്തായാലും ഒരു കാര്യം തറപ്പിച്ച് പറയുന്നു. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ആശയങ്ങളെ പിൻപറ്റുന്ന ഒരാളെന്ന നിലക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ മെക്കാനിസം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളെന്ന നിലക്കും പട്ടിക വിഭാഗത്തിനകത്ത് ഒരു വിഭജനം നടത്തുന്നതിന് ഞാൻ എതിരാണ്. അതെൻ്റെ ഉറച്ച സ്റ്റാൻഡാണ്. ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കും ആ സ്റ്റാൻഡ് തന്നെയുണ്ട്. അത്തരൊരു വിഭജനം ഈ ജനതയെ സംബന്ധിച്ച് ആത്മഹത്യാപരമായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഉപസംവരണത്തിനെതിരായവർ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതിനെതിരാണെന്നുള്ള ഇക്വേഷൻ ഉണ്ടാക്കിയത് ഇവർ തന്നെയാണ്, നമ്മളാരുമല്ല. സംവരണ സംരക്ഷണ സമിതി ഒരിക്കൽ പോലും പ്രാതിനിധ്യം ഇല്ലാത്തവർക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, കൊടുക്കണമെന്ന് പറയുകയും അതിൻ്റെ വഴി എന്താണെന്ന് പറയുകയും ചെയ്ത പ്രസ്ഥാനം. ഇത് കണ്ടില്ല കേട്ടില്ല എന്നടിച്ചിട്ട് എനിക്കെതിരെ ഈ സംവരണ സംരക്ഷണ സമിതിക്കെതിരെയും ദളിത് സമുദായ മുന്നണിക്കെതിരെയും വ്യക്തിപരമായി എനിക്കെതിരെയും വലിയ പ്രചാരണം നടക്കുന്നുണ്ട്. ഞാൻ ആ പ്രചാരകരെ ഭയപ്പെടാത്തത് കൊണ്ടും എൻ്റെ നിലപാടിൽ എനിക്ക് നല്ല ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടും ഞാനത് പൂർണ്ണമായും അവരുടെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അങ്ങനെ ഒരു വിമർശനം ഇവർ ഉന്നയിക്കുന്നതിൻ്റെ ഒരു കാര്യം അത് ആ സെക്ഷൻ നമ്മൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും. സാമൂഹ്യ ജീവിതത്തിൽ ഒരിക്കൽ പോലും കേരള സമൂഹത്തെ സ്വാധീനിക്കാനോ അത് മാറ്റിയെടുക്കുവാനോ ഈ സമുദായത്തെ പ്രതിനിധാനം ചെയ്യാനോ കഴിയാതെ പോയൊരു വിഭാഗമാണ് ഈ ആരോപണമായിട്ട് ഇപ്പോൾ രംഗത്തുള്ളത്. ഒരിക്കൽ പോലും. അപ്പം അത്തരം ആരോപണങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സംവരണ സംരക്ഷണ സമിതി വളരെ വ്യക്തമായ സ്റ്റാൻഡ് എടുത്തു. 13 ജില്ലകളിൽ ജില്ലാ കൺവെൻഷൻ നടത്തി. തൃശ്ശൂർ 10,000 പങ്കെടുത്ത റാലി നടത്തി. 20 MP കത്ത് കൊടുത്തു. ഇങ്ങനെ പ്രവർത്തിച്ച വേറെ ആരുണ്ട് കേരളത്തിൽ? ഇവിടെയെല്ലാം പറഞ്ഞത് ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കരുതെന്നാണോ നമ്മൾ പറഞ്ഞത്? അതെല്ലാം ഇവിടെ പബ്ലിക് സ്പേസിൽ അവൈലബിൾ ആണ്. നമ്മുടെ നോട്ടീസുകൾ അവൈലബിൾ ആണ്, അന്നത്തെ പ്രസംഗങ്ങൾ അവൈലബിൾ ആണ്, ഇതെല്ലാം അവൈലബിൾ ആണ്. MP കൊടുത്ത കത്തുകൾ അവൈലബിൾ ആണ്, ഇതെല്ലാം അവൈലബിൾ. ഇതിനകത്തൊന്നും പട്ടിക വിഭാഗത്തിലെ പ്രാതിനിധ്യമില്ലാത്തവർക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് കൊടുക്കണമെന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സംവരണ സംരക്ഷണ സമിതി. തീർച്ചയായിട്ടും ഒരു സംശയം അതിനകത്ത് എന്ന് പറയുന്നത് നമ്മൾ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യം. ഞാൻ കുറേ വർഷമായിട്ട് ഈ ആക്ഷേപങ്ങൾ കേൾക്കുന്ന ഒരാളാണ്. കേരളത്തിൽ പൊതുവേദികളിലേക്ക് എന്നെ ക്ഷണിക്കപ്പെടുന്നത് ഞാൻ സവർണർക്ക് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ടാണെന്ന് പറയുന്ന ആൾക്കാർ വരെ, ദളിത് നേതാക്കൾ വരെയുള്ള ഒരു സ്ഥലമാണ് കേരളം. അപ്പോൾ എനിക്ക് അവരോടൊന്ന് മറുപടി പറയാം. അവരോടൊക്കെ ഞാൻ എന്താ മറുപടി പറയുന്നത്? അപ്പം എനിക്ക് നല്ല ബോധ്യമുണ്ട്, അതുകൊണ്ടല്ല എന്നെ വിളിക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. തീർച്ചയായിട്ടും അത് കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ നമ്മൾ കാണണം. BSP പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ UP-യിൽ തകർത്തതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു റോള് വഹിച്ചത് ഈ കാസ്റ്റ് മാനിപ്പുലേഷൻ ആയിരുന്നു. മായാവതിയുടെ ജാതിക്ക് വേണ്ടി മാത്രമാണ്, ജാട്ടവ ജാതിക്ക് വേണ്ടി മാത്രമാണ് മായാവതി നിൽക്കുന്നതെന്നും ബാക്കിയുള്ള ജാതികൾക്ക് പ്രയോജനമില്ലെന്നും പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ജാതികളെ മുഴുവനും സ്ഥാനമാനങ്ങൾ വാഗ്ദാനം ചെയ്ത് അവരെ പാട്ടിലാക്കുകയും ദളിത് വോട്ടുകളിൽ വലിയ വിള്ളൽ വീഴ്ത്തുകയും ചെയ്തതിലൂടെയാണ് BJP UP-യിൽ അധികാരത്തിൽ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഭരണഘടന അട്ടിമറിക്കപ്പെടുമെന്നുള്ള പ്രചാരണം ഏറ്റെടുത്ത ദളിതർ UP-ക്ക് ഇന്ത്യ മുന്നണിക്ക് കൂട്ടത്തോടെ വോട്ട് ചെയ്തു. അങ്ങനെയാണ് ആരും പ്രവചിക്കാത്ത ഒരു വലിയ റിസൾട്ട് UP-യിൽ ഉണ്ടാകുന്നത്. BJP 2ാം സ്ഥാനത്തേക്ക് പോവുകയും ഇന്ത്യ മുന്നണി 1ാം സ്ഥാനത്തേക്ക് വരികയും ചെയ്യുന്നു. ഈ പറയുന്ന ഈ ക്ഷേത്രമിരിക്കുന്ന അയോധ്യ ക്ഷേത്രമിരിക്കുന്ന ഫൈസാബാദ് എന്ന് പറയുന്ന മണ്ഡലത്തിൽ, അതൊരു പൊതുമണ്ഡല, അവിടെ ഒരു ദളിതനാണ് ജയിച്ചത് ഒരു പൊതുമണ്ഡലത്തിൽ നിന്ന്. അപ്പം ഇവരൊരു കമ്മ്യൂണിറ്റി കോൺഷ്യസ്നസ് ഇവർക്കിടയിൽ വർക്ക് ചെയ്യുന്നിടത്തോളം അത്യാപത്താണെന്ന് BJP പിന്നെയും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇത് ശിഥിലീകരിക്കുക എന്നത് അവരുടെ പ്രധാനപ്പെട്ട, അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ, രാഷ്ട്രീയ അതിജീവനത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ ദളിതരുടെ ശിഥിലീകരണം മാത്രമല്ല, ദളിതരും പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും ഒരു സാഹചര്യത്തിലും ഒരുമിച്ച് വരാതിരിക്കലുമാണ് ഇന്ത്യയിലെ ഈ സവർണ ഒളിഗാർക്കിയുടെ വിജയത്തിൻ്റെ രഹസ്യം. അതിനുള്ള പണികളിൽ ഏറ്റവും പ്രധാനമാണ് ദളിതർക്കിടയിൽ ഒരു കമ്മ്യൂണിറ്റി കോൺഷ്യസ്നസ് ഉണ്ടാകാതിരിക്കുക എന്നുള്ളത്. അതിന് പറ്റിയ മാർഗമാണ് ഈ ഉപസംവരണം എന്ന്, സബ് കാറ്റഗറൈസേഷൻ എന്ന് പറയുന്ന കാര്യം. ഈ സബ് കാറ്റഗറൈസേഷൻ ചെയ്യുന്നതിലൂടെ
ഈ ഈ വിഭാഗത്തിലെ നേരിയ തരത്തിലുള്ള ഒരു ബോണ്ട് പോലും അക്ഷരാർത്ഥത്തിൽ ഇല്ലാതാവുകയും എൻ്റെ ശത്രു എൻ്റെ സമുദായത്തിൽ തന്നെ അപരനാണെന്ന് ഞാൻ സ്വയം അറിയുകയും ചെയ്യുന്ന ആഭ്യന്തര ശിഥിലീകരണത്തിൻ്റെ ആഭ്യന്തര മത്സരത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഉപസംവരണത്തെ ഇവർ പിന്തുണയ്ക്കുന്നത്, BJP പിന്തുണയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന മാഡിക പോരാട്ട സമിതിയുടെ നേതാവിന് പത്മശ്രീ കൊടുത്ത് രാഷ്ട്രം ആദരിക്കുകയും അദ്ദേഹം BJP നേതാവും പ്രധാനമന്ത്രിയുമായിട്ടുള്ള നരേന്ദ്രമോദിയുടെ അനുഗ്രഹം തേടുന്ന വളരെ വികൃതമായൊരു ഫോട്ടോ നാഷണൽ ലെവലിൽ അദ്ദേഹം കരഞ്ഞു നിൽക്കുന്നൊരു ഫോട്ടോ പുറത്തു വരികയും ചെയ്തു. അപ്പോൾ ഇത് ഇന്ത്യയുടെ പല സ്ഥലത്തും പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ കേരളത്തിലും ഈ പത്മശ്രീ കിട്ടിയില്ലെങ്കിലും വേറെ ചിലതൊക്കെ ഈ പോരാട്ടക്കാർക്ക് കിട്ടുന്നുണ്ടെന്നാണ് പുറത്തു വന്നിട്ടുള്ള വാർത്ത. ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ നമ്മളത് അറിയുന്നുണ്ട്, അത്രയേ ഉള്ളൂ എൻ്റെ കാര്യം. അപ്പോൾ ഈ BJP രാഷ്ട്രീയമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കത്തിനും അവകാശമില്ല. ഇവരിനി അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഫലത്തിൽ ഇപ്പം LDF ഗവൺമെൻറ് ഇത് മാറ്റിവെച്ചു. കോൺഗ്രസ് ഗവൺമെൻറ് എന്തായാലും ക്രീമി ലെയർ നടപ്പിലാക്കാൻ തയ്യാറല്ല. പിന്നെ ആര് വന്നാലാണ് നടപ്പിലാവുക? കേരളത്തിൽ ആര് വന്നാലാണ് ഉപസംവരണം നടപ്പിലാവുക? BJP വരണം. BJP വന്നാലേ കേരളത്തിൽ ഉപസംവരണം നടപ്പിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ പണിയെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ BJP അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. BJP രാഷ്ട്രീയമാണ് ഇതിൻ്റെ ഉള്ളടക്കമെന്ന് മനസ്സിലാക്കാനായിട്ട് വളരെ നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആർക്കും പിടികിട്ടുന്ന കാര്യം. അപ്പോൾ ഈ ഉപസംവരണവാദികൾ പാവപ്പെട്ട ദളിതരുടെ കാര്യം പറഞ്ഞ് ഹിന്ദുത്വ ഫാസിസ്റ്റുകളെ വെള്ളപൂശുകയും അവരെ സ്വീകാര്യമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ ഉപസംവരണം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്നത് BJP ഹരിയാനയിൽ അധികാരത്തിൽ വന്നു. ഒന്നാമത്തെ മന്ത്രിസഭയുടെ ഒന്നാമത്തെ യോഗത്തിൽ അവർ ഉപസംവരണമാണ് നിയമമാക്കി മാറ്റിയത്. ഇത് വേണമെന്നല്ലേ ഇവരും പറയുന്നത്. അപ്പം ഇവരൊക്കെ BJP ചേർന്നാൽ പോലും ഇവരെന്തിനാ വേറെ ഉപസംവരണവാദമൊക്കെ പറയുന്നതിനകത്തിന്? അപ്പോൾ ഇത് BJP ഒരുക്കിയ കെണിയിലാണ് ഇവർ പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കത്തിന് അവകാശമില്ല. BJPയുടെ രാഷ്ട്രീയം തന്നെയാണ് അറിഞ്ഞോ അറിയാതെയോ ഇവർ പ്രചരിപ്പിക്കുന്നത് എന്നത് തർക്കമറ്റ വസ്തുതയാണ്.